സ്നേഹത്തോടെ നമുക്ക് പാടാം. ഓ ഈശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളങ്ങയെ അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തിന്റെ പേരാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. ഈശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ പിതാവേ. ഓ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തന്നവനെ, ഓ ഞങ്ങൾക്ക് വേണ്ടി മുറിച്ചു വിളമ്പിയവനെ. ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ നമുക്ക് ആർത്ത് പാടാം. അതേ ദൈവശക്തി നമുക്കിൽ ഇറമ്പിൽ വരുന്നു. അവൻ നമ്മളുടെ സമീപത്തുണ്ടെന്ന് വിശ്വസിക്കാം. ഓ ഞങ്ങളുടെ ഈശോയെ, ഓ ഞങ്ങളുടെ കർത്താവേ, ദിവ്യകാരുണ്യനാഥനിലേക്ക് ഇരു കരങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഴിയുന്ന, പഞ്ചഭൂഖണ്ഡങ്ങളിൽ കഴിയുന്ന എല്ലാ ദൈവമക്കളെയും ആരാധ്യമായി മണിക്കൂറിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നു. നീ രോഗിയായിരിക്കാം, വ്യത്യസ്തമായ പീഡനങ്ങളിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് നിരാശയിൽ അധപതിച്ച മനസ്സായിരിക്കാം നിന്റേത്. നിന്നെ യേശു വിളിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമുണ്ട് ഈ അൾത്താരയിൽ. ഒരിറക്ക് വെള്ളത്തിൽ അലിഞ്ഞു തേരാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പപ്പമെങ്കിലും പെരുവെള്ളത്തെ ഒടുക്കിയവനുണ്ട് ഈ ദിവ്യ കാരുണ്യത്തിൽ. ഒരു ചെറിയ കാറ്റിൽ പറന്നു പോകാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പപ്പമെങ്കിലും കൊടുങ്കാറ്റിനെ ഒടുക്കിയവനുണ്ട് ഈ ദിവ്യ കാരുണ്യത്തിൽ. വിശ്വാസപൂർവ്വം നമുക്ക് ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. നിന്റെ സ്വാധീനം ഞങ്ങളുടെ മേൽ അയക്കണമേ. നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ അയക്കണമേ. നിന്റെ മനസ്സലിവ് നിന്റെ മേൽ അയക്കണമേ. ജനകോടികളുടെ മേൽ അയക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാവരുടെ മേലും അയക്കണമേ. നിന്റെ കാരുണ്യത്താൽ എല്ലാവരെയും ബന്ധിക്കണമേ. യേശുവേ ആരാധന. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ആരാധന, കർത്താവേ നന്ദി. നമ്മെ ഓരോരുത്തരെയും, ഓരോ യുവാവിനെയും യുവതിയെയും യേശു വിളിക്കുന്നു. വ്യത്യസ്ത കോൺവെന്റുകളിൽ കഴിയുന്നവരെ, ആരാധന സെന്ററുകളിലായിരിക്കുന്നവരെ, വലിയ സിറ്റികളിൽ ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യുന്നവരെ, ആശുപത്രികളിൽ കഴിയുന്നവരെ, ക്യാൻസർ വാർഡിൽ കഴിയുന്നവരെ,
കുഞ്ഞുങ്ങൾ കൈമോശം വന്നവരെ ഓ നിന്നെ വിളിക്കുന്നു. അവൻ നമ്മുടെ സമീപത്തുണ്ട്. അവൻ നമ്മുടെ സമീപത്തുണ്ട്. അവൻ നിന്റെ സമീപത്തുണ്ട്. ഓ ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും സഹോദരങ്ങളെ നമുക്ക് ഉയർത്താം. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഷാലോമിന്റെ കുടക്കീഴിൽ അണിനിരന്നിരിക്കുന്ന ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 100-ലധികം വരുന്ന രാജ്യങ്ങളിൽ കഴിയുന്ന വ്യക്തികളാണ് ഇന്ന് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വ്യത്യസ്ത അപ്പസ്തോലിക സഭകളിലെ എല്ലാ വ്യക്തികളുമാണ് ഇന്ന് ആരാധന യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. യേശുവിനെ സ്നേഹിക്കുന്ന ഹൈന്ദവരും മുസ്ലിം സഹോദരങ്ങളും യേശുവിന് പ്രിയപ്പെട്ട സകല ജനകോടികളും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. അവരോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് യേശുവിന് നമ്മളെ തന്നെ കൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റുപറയാം, ഓ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഏറെ പണ്ട് പഠിച്ചിരിക്കുന്ന പ്രാർത്ഥന ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റു പറയാം. ഈശോയെ, എല്ലാത്തിലും ഉപരി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ അപ്പച്ചനേക്കാൾ അമ്മച്ചിയേക്കാൾ ഉപരി ഞാൻ ഞങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരി, എൻ്റെ മക്കളേക്കാൾ ഉപരി, എൻ്റെ സമ്പത്തിനേക്കാൾ ഉപരി, എൻ്റെ പഠനത്തേക്കാൾ ഉപരി, എൻ്റെ പ്രൊഫഷനേക്കാൾ ഉപരി, എനിക്ക് പ്രിയപ്പെട്ടവരെക്കാൾ ഉപരി, എൻ്റെ ആരോഗ്യത്തെക്കാൾ ഉപരി, എൻ്റെ സൗന്ദര്യത്തെക്കാൾ ഉപരി, എൻ്റെ കൂട്ടിൽ കഴിയുന്ന വ്യക്തികളേക്കാൾ അധികമായി, എൻ്റെ സമ്പത്തിനേക്കാൾ ഉപരി, ഓ യേശുവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നമുക്ക് ഏറ്റുപറയാം. യേശുവിനെ നമ്മൾ ഒരു സമൂഹമായി സ്നേഹിക്കുന്നു. ഹോസ്റ്റലിൽ കഴിയുന്നവർ യേശുവിനെ നോക്കി ഇപ്പോൾ സ്നേഹിക്കട്ടെ. യാത്ര ചെയ്യുന്നവർ യേശുവിനെ നോക്കി ഇപ്പോൾ സ്നേഹിക്കട്ടെ. മായം ചേർക്കാത്ത ആ സ്നേഹത്തിലേക്ക് എല്ലാവരെയും ദിവ്യകാരുണ്യ യേശു ഈ ദിവസം ക്ഷണിക്കുന്നു. ഓ ഈശോയെ, എല്ലാത്തിനും ഉപരി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധാത്മാക്കൾ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ നിന്നെ സ്നേഹിച്ചതുപോലെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിന്നെ സ്നേഹിച്ചതുപോലെ, പാദ്രോ പിയോ നിന്നെ സ്നേഹിച്ചതുപോലെ, ചാവറിയച്ച നിന്നെ സ്നേഹിച്ചതുപോലെ, യൂപ്രാസ്യാമ നിന്നെ സ്നേഹിച്ചതുപോലെ, മറിയം ത്രേസ്യ നിന്നെ സ്നേഹിച്ചതുപോലെ, ദൈവദാസന്മാർ നിന്നെ സ്നേഹിച്ചതുപോലെ, പരകോടി മനുഷ്യർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ, സഭാപിതാക്കന്മാർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ, ഓ യേശുവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു കർത്താവേ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഏറെ വിശ്വാസത്തോടെ നമുക്ക് ആവർത്തിക്കാം. ഓ അതേ കർത്താവേ, ഓ കർത്താവേ, തീർച്ചയായും ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവേ. നെഞ്ചിലേക്ക് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഓ ഈശോയെ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ പരമമാ അതേ കർത്താവേ, നിന്റെ പരിശുദ്ധമായ നാമത്തിന്, നിന്റെ പരിശുദ്ധമായ നാമത്തിന് മാത്രം ആരാധന. അതേ കർത്താവേ, ഓ കർത്താവെ, അംഗീകരിക്കുന്നു. ഓ
Oh, you are the mighty God. Oh, you are the powerful God. You are the only God. You are the mighty God. You are the powerful God. You are the mighty God. You are the saving God. You are the risen God. You are the mighty God. You are the powerful God. You are the mighty God. You are the mighty God. You are the powerful God. You are the mighty God. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാ വിദ്യാർത്ഥികളും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അതേ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഡിഗ്രികളെക്കാളും ഉപരി ഓ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി. ഓ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ ആചാരം ചെയ്ത് നമുക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഈശോയിലേക്ക് മാത്രം നമുക്ക് നോക്കാം. പരിശുദ്ധമായ സഭയോട് ചേർന്ന് എല്ലാ ദൈവമക്കളോടും ചേർന്നാണ് നാം ഇന്ന് ഈ അനുഗ്രഹീതമായ ആരാധനയിൽ പങ്കുപറ്റുന്നത്. കർത്താവെ, ഞങ്ങളെല്ലാ വിശ്വാസ സമൂഹത്തോടും ചേർന്നാണ് ഈ പരിശുദ്ധമായ ആരാധനയിൽ പങ്കുപറ്റുന്നത്. കർത്താവെ, ധാരാളമായ രോഗികൾ ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കുപറ്റുന്നുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ നടക്കുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കഴിയുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഒരു കുഞ്ഞിനെ അവർ ടിവിയോട് ചേർത്ത് പിടിച്ചു. കുഞ്ഞിൻ്റെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള എല്ലാ അവയവങ്ങളിലും വലിയ അലർജി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ടിവിയുടെ സമീപത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരിക. അവർക്ക് തോന്നി, ടിവിയിൽ കാണുന്ന യേശുവിൻ്റെ മുഖത്തിൻ്റെ സമീപത്തേക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിൽ തൊട്ട് അതിൻ്റെ സമീപത്തായിരുന്നു പ്രാർത്ഥിച്ചാൽ എൻ്റെ ഈശോ എൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കും എന്ന മാതാപിതാക്കൾക്ക് തോന്നി. ആ മാതാവിന് തോന്നി, ആ പിതാവിന് തോന്നി. അവർ കുഞ്ഞിനെ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിലേക്ക് ചേർത്ത് പിടിച്ചു. ഇതാ പരിശുദ്ധമായ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി ആ ഗൾഫ് നാടുകളിൽ കഴിയുന്ന കുഞ്ഞിലേക്ക് ഇറങ്ങി കടന്നു വന്നു. ഇന്നേ വരെ അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ ശക്തി അവരുടെ ഇടയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. 10-40 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ആരാധന കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് എല്ലാ വിധത്തിലുള്ള അലർജി രോഗങ്ങളും മാറി സമ്പൂർണമായി സൗഖ്യപ്പെട്ടു. വിശ്വസിക്കാം, TV ചാനലുകളുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ലോകത്തിലെ വ്യത്യസ്ത രാഗങ്ങളിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, യേശുവിനോട് ചേർന്നിരിക്കുക. ഇവൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, ഇവൻ നിനക്ക് വേണ്ടി മുറിവേറ്റവൻ, ഇവൻ നിനക്ക് വേണ്ടി അടിപ്പിണറുകൾ ഏറ്റെടുത്തവൻ,
ഇവൻ നിനക്ക് വേണ്ടി കാൽവരി മലയിൽ രക്തം ചിന്തിയവൻ. ഇവൻ നിന്റെ പാപഭാരങ്ങൾ ഏറ്റെടുത്തവൻ. ഇവൻ നിന്റെ രോഗങ്ങൾ ഏറ്റെടുത്തവൻ. അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടന് കേൾവി കൊടുത്തവൻ, കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ ഇവിടെയുണ്ട് ഈ അൾത്താരയിൽ. ദൈവജനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തളർന്നു കിടക്കുന്ന രോഗി, യേശു നിന്നെ ക്ഷണിക്കുന്നു. ഈ ആരാധന നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യേശുവിന്റെ ദിവ്യ കാരുണ്യത്തിൽ നിന്നുള്ള അത്ഭുതകരമായ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, നമുക്ക് ഇരു കരങ്ങളും ദിവ്യകാരുണ്യ യേശുവിലേക്ക് ഉയർത്താം. കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പരിമിതിയുള്ളവരാണ്. അപരിമേയനായ ഒരു ദൈവം നമുക്കുണ്ട്. ക്യാൻസർ രോഗികൾ യേശുവിന്റെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും കത്തോലിക്ക സഭ എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം ഉപയോഗിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാവരുടെയും രോഗങ്ങളെയും പീഡനങ്ങളെയും യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ നാമത്തിൽ ഞാൻ ബന്ധിച്ച് പുറത്താക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും രോഗത്തിന്റെ സ്വാധീനങ്ങളും യേശുവിന്റെ വിശുദ്ധമായ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. വൈദിക ശ്രേഷ്ഠരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗസ്വാധീനങ്ങളെ വിട്ടുപോവുക, പാപസ്വാധീനങ്ങളെ വിട്ടുപോവുക. അന്ധർക്ക് കാഴ്ച ഉണ്ടാകട്ടെ, ചെകിടർക്ക് കേൾവി ഉണ്ടാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്നു കിടക്കുന്ന രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ, വീൽ ചെയറിലായിരിക്കുന്നവർ എഴുന്നേറ്റ് നടക്കട്ടെ, കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, വന്ധ്യമായ ഉദരത്തിന് ജീവൻ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ the mighty name of Jesus, the mighty name of Jesus, I command you, all the evil spirit, all the spirit of evil, go out of this community, go out of this person, go out of this community, go out of this person. Hallelujah, hallelujah. ഉദര സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ട്യൂമർ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ നന്ദി. യേശുവേ മുറിവുകളാ സൗഖ്യമേകൂ, മുറിവുകളേറ്റൊരൻ യേശുവേ മുറിവുകളാ സൗഖ്യമേകൂ. നീ ആർക്കു വേണ്ടിയാണ് മുറിവുകൾ ഏറ്റെടുത്തത് നീ ഓർക്കണമേ. നീ ആർക്കു വേണ്ടിയാണ് തകർക്കപ്പെട്ടത് എന്ന് നീ ഓർക്കണമേ. നീ ആർക്കു വേണ്ടിയാണ് കാൽവരി മല കയറിയത് എന്ന് നീ ഓർക്കണമേ. നീ ആർക്കു വേണ്ടിയാണ് പാടുപീഡകൾ സഹിച്ചത് എന്ന് നീ ഓർക്കണമേ. നീ ആർക്കു വേണ്ടിയാണ് പിലാത്തോസിന്റെയും ഹെറോദേസിന്റെയും അരമനയിൽ താണ് കിടന്നത് എന്ന് നീ ഓർക്കണമേ. ആർക്കു വേണ്ടിയാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നീ ഓർക്കണമേ. ആർക്കു വേണ്ടിയാണ് നീ 3 മണിക്കൂർ നിലവിളിച്ചത് എന്ന് നീ ഓർക്കണമേ. ആർക്കു വേണ്ടിയാണ് നീ പാടുപീഡകൾ സഹിച്ചത് എന്ന് നീ ഓർക്കണമേ. ആർക്കു വേണ്ടിയാണ് നീ എല്ലാം ഏറ്റെടുത്തത് എന്ന് നീ ഓർക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ നീ സൗഖ്യപ്പെടുത്തണമേ. രോഗാതുരമായി കഴിയുന്ന എല്ലാ ജീവിതങ്ങളെയും നീ ഏറ്റെടുക്കണമേ. തകർച്ചയിൽ കഴിയുന്നവരെ നീ ഏറ്റെടുക്കണമേ. സാമ്പത്തികമായ ബാധ്യതയിൽ കഴിയുന്നവരെ നീ ഏറ്റെടുക്കണമേ. അവരുടെ നിലവിളി നീ കാണണമേ. അവരുടെ കണ്ണുനീര് നീ കാണണമേ. അവരുടെ വേദനകൾ നീ കാണണമേ. ആത്മഹത്യക്ക് വേണ്ടി പോലും ഒരുങ്ങുന്ന ജീവിതങ്ങളെ ഞങ്ങൾ തരുന്നു കർത്താവേ. അവരെ നീ കാണണമേ. ഇപ്പോൾ തന്നെ നോക്കി കാണണമേ, നോക്കി കാണണമേ. അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോക്കി കാണണമേ, നോക്കി കാണണമേ. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ,
സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ. ദിവ്യകാരുണ്യ യേശുവിലേക്ക് സമ്പൂർണമായി നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. രോഗിയായിരിക്കുന്ന ഏതൊരു വ്യക്തിയും തനിക്ക് വേണ്ടി, തൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. എന്നാൽ നിങ്ങളിൽ ചിലരെയെങ്കിലും നിങ്ങളുടെ രോഗങ്ങളും പീഡനങ്ങളും പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരുപാട് തളർന്നു പോയ ഒരു മനസ്സായിരിക്കാം നിൻ്റേത്. ഈ ദിവസം നിന്റെ രോഗങ്ങൾ തകർക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി നീ സമർപ്പിക്കുമോ? നിനക്ക് നിത്യജീവിതം നിന്റെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കാൾ നിത്യജീവനെ മനസ്സിൽ കണ്ട് നിനക്ക് പ്രാർത്ഥിക്കാം. നിന്റെ നിത്യജീവിതത്തെ മനസ്സിൽ കണ്ട് നിനക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നിത്യതയെ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ മുറിക്കപ്പെടുന്ന യേശുവിൻ്റെ മേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സഭ ഇന്ന് ഏറെ ചിതറിക്കപ്പെടുന്നു, ഛിന്ന ഭിന്നമാകുന്നു. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്റെ നാമം നിഷേധിക്കപ്പെടുന്നതും നിന്റെ വിശുദ്ധമായ വസ്ത്രങ്ങളും വിശുദ്ധമായ രൂപങ്ങളും എടുത്തു മാറ്റിവെക്കപ്പെടുന്നതും എല്ലാം ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ വായിക്കുന്നു. ഈശോയെ, നിന്റെ സഭയെ ഉയർത്തി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സഭാ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവെ നീ ഞങ്ങളെ അനുവദിക്കണമേ. നമുക്ക് യേശുവിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ സഭ മുറിവേറ്റ സഭയാണ്. യഥാർത്ഥ യേശു മുറിവേറ്റതുപോലെ തന്നെ യഥാർത്ഥ സഭയും മുറിവേറ്റ സഭ തന്നെയാണ്. മുറിക്കപ്പെട്ട സഭയാ ഇതാ യേശുവിൻ്റെ ഈ അൾത്താരയിലുണ്ട്, ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. നമുക്ക് കൊടുക്കാം. കർത്താവെ, നിത്യജീവിതത്തെ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. നിന്റെ വിശുദ്ധമായ സഭയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, എല്ലാ എപ്പിസ്കോപ്പൽ സഭകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം എല്ലാ സഭാ സമൂഹങ്ങളിലും വീണ്ടും ബലവത്താകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഏറെ സ്നേഹത്തോടെ നമുക്ക് ഉയർത്താം, ഏറെ സ്നേഹത്തോടെ നമുക്ക് ഉയർത്താം. ഇതാ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഒരു രണ്ടാം പന്തക്കുസ്ത കൊണ്ടല്ലാതെ സഭയെ വീണ്ടെടുക്കുക ഇനി സാധ്യമല്ല. കർത്താവേ, അങ്ങയുടെ സഭയെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ചേർന്ന് സഹോദരങ്ങളെ കർത്താവിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ സഭയ്ക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകർക്ക് വേണ്ടി നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഏറ്റെടുക്കണമേ, അവിടുന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ആരാധന. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.
കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസമാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസമാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. 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 നമുക്കൊരു കരം ദിവികാരുണ്യ യേശുവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മളിപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, വിശുദ്ധമായ ജീവിതം നയിച്ച് കടന്നുപോയിട്ടുള്ളവർ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ഇതാ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്കറിയാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെല്ലാം ഈശോയുടെ മുമ്പിലായിരിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ ഉയർത്തപ്പെട്ട കരങ്ങളിൽ നമ്മൾ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുന്നു. ഇതാ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ വിശുദ്ധ ഗണത്തോടും ചേർന്നാണ്. ഇതാ കഴിഞ്ഞ നൂറ്റാണ്ടുകളുടനീളം യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ധാരാളം മനുഷ്യർ അവരുടെ ജീവിതം കൊടുത്തിട്ടുണ്ട്, രക്തം കൊടുത്തിട്ടുണ്ട്, കണ്ണുനീര് കൊടുത്തിട്ടുണ്ട്. അവർ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അവരുടെ മാതാപിതാക്കളെ കാണാൻ പോലും അവർ പോയിട്ടില്ല. ഇപ്പോഴും ഒട്ടേറെ രാജ്യങ്ങളിൽ മിഷണറി ജോലി ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരോട് എല്ലാവരോടും ചേർന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ സഭയെ നീ ബലപ്പെടുത്തണമേ. ശിഥിലമാകുന്ന സഭാ സംവിധാനങ്ങളെ ഒരിക്കൽ കൂടി നീ കത്തിപ്പിടിപ്പിക്കണമേ, തീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടി കർത്താവിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സഭയെ നീ ബലപ്പെടുത്തണമേ, അങ്ങയുടെ സഭയെ നീ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പിതാക്കന്മാരെ നീ അനുഗ്രഹിക്കണമേ. സഭയുമായി ഭിന്നിച്ച് കലിയുന്ന ആത്മാക്കളെ കർത്താവേ നീ ഏറ്റെടുക്കണമേ. സഭയ്ക്ക് എതിരെയുള്ള ആലോചനകളെ നീ ഛിന്ന ഭിന്നമാക്കണമേ. അങ്ങയുടെ ശക്തി കർത്താവെ നീ അയക്കണമേ. അങ്ങയുടെ കാരുണ്യം നീ അയക്കണമേ. അങ്ങയുടെ സ്നേഹം കർത്താവെ നീ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ഈ സമയം ഓർക്കാം, കർത്താവിൻ്റെ സഭയിൽ നിന്നും വ്യത്യസ്ത കാര്യങ്ങൾ കൊണ്ട്, ഇടർച്ച കൊണ്ടും ചിലരുടെ വാക്കുകൾ കൊണ്ടും ഒക്കെ മുറിവേറ്റിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെയൊക്കെ ദിവ്യകാരുണ്യ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ തന്നെ ചിലരെങ്കിലും ചില വൈദികരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ ഇടപെടൽ കൊണ്ടോ അവരുടെ വാക്കുകൊണ്ടോ മുറിവേറ്റത് കൊണ്ട് നിങ്ങളിൽ ചിലരിങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു, എന്നാൽ യേശുവിൻ്റെ സഭയെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ചിലരാകട്ടെ ചില വൈദികരെ സ്നേഹിക്കുന്നു, എന്നാൽ വൈദിക ശുശ്രൂഷയെ വെറുക്കുന്നു. അവർ ഇടവക ദേവാലയങ്ങളെ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റാൻ പുറകിലേക്ക് പോകുന്നു. അതിന് മുന്നോട്ട് വരാൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ ജീവിതത്തിലുണ്ടായ വിപരീതമായ അനുഭവങ്ങളാണ് ഇതിനെല്ലാം അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ വിധം കഴിയുന്ന എല്ലാവരെയും ഓ ദിവ്യകാരുണ്യ യേശുവേ ഈ ആരാധനയുടെ മണിക്കൂറിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. നമുക്ക് വിശ്വസിക്കാം സഹോദരങ്ങളെ, ദൈവം ഒരുക്കിയ ദൈവരാജ്യത്തിൻ്റെ സംവിധാനങ്ങളാണ് ഈ സഭാ ശുശ്രൂഷയിലുടനീളം നമ്മൾ കാണുന്നത്. ദൈവരാജ്യത്തിൻ്റെ ബിംബങ്ങളാണ് സഭാ ശുശ്രൂഷ സംവിധാനങ്ങൾ നമ്മൾ കാണുന്നത്. ഇതാ ക്രിസ്തുവിന് ശിരസ് മാത്രം ഉണ്ടായിരിക്കുകയും അവൻ്റെ ശരീരം തകർക്കപ്പെടുകയും ചെയ്താൽ എങ്ങനെ നാം ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും? നമ്മൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കും?
നമ്മുടെ മക്കൾക്ക് ആര് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ സഭാ വിഭാഗങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം. വീണ്ടും ഒരു പുതിയ കരുത്തും ശക്തിയും നൽകി നീ അനുഗ്രഹിക്കണം. ശാരീരികമായ രോഗങ്ങളും പീഡനങ്ങളും ഉള്ളവര് അവരവരുടെ വേദനയും പീഡനവും ഒക്കെ വിഷമതകളും ഒക്കെ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി അർപ്പിച്ചു എന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു നോക്കിയേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇടപെടും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നിത്യരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം ദൈവം നിങ്ങൾക്ക് തരും. നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഓർത്ത് വ്യത്യസ്തമായ ജീവിതത്തിലെ അനുഭവങ്ങൾ ദിവ്യകാരുണ്യ യേശുവിന് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഇനി ജീവിക്കേണ്ടത് നിത്യരാജ്യത്തെക്കുറിച്ചുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നത്തെ ധ്യാനിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ഈ ഭൂമിയിൽ കുടുങ്ങിക്കഴിയേണ്ട മനുഷ്യരൊന്നുമല്ല. ഞങ്ങൾ ആത്യന്തികമായി ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രമാണ്. കാരണം നിനക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. യേശുവിന് കൊടുക്കാം. കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീര്, ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ കഷ്ടതകൾ, ഞങ്ങളുടെ ഒറ്റപ്പെടൽ, ഞങ്ങൾ അനുഭവിക്കുന്ന വിപരീതമായ സാഹചര്യങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന പരാജയങ്ങൾ, ഞങ്ങളുടെ തളർച്ച, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള നോവ് എല്ലാം ഈശോയെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി, അങ്ങയുടെ രാജ്യ വിസ്തൃതിക്ക് വേണ്ടി നിത്യതയെ ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ അർപ്പിക്കുന്നു എന്ന് ശാന്തമായി യേശുവിൻ്റെ മുമ്പിലായിരുന്നു നമുക്ക് പറയാം. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, തിരുസഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, തിരുസഭയിൽ നിറയണമേ. സാധിക്കുന്നവരൊക്കെ മുട്ടുകൾ കുത്തി നമ്മൾ സഭാ ശുശ്രൂഷകരിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വിപരീതമായ അനുഭവങ്ങൾക്കും യേശുവിനോട് മാപ്പ് ചോദിച്ച് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നു. ലോകത്തിൽ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ചെയ്തു പോയിരിക്കുന്ന രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ അഭിഷേകവും നിന്റെ ശക്തിയും പുതുതായി എല്ലാ വൈദികരുടെയും പിതാക്കന്മാരുടെയും സെമിനാരിക്കാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ആത്മായ ശുശ്രൂഷകരുടെയും വചന പ്രഘോഷകരുടെയും മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നീ അയക്കണമേ, സഭയെ നീ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അഭിഷേകം പകരണമേ, തിരുസഭയിൽ നിറയണമേ, അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, തിരുസഭയിൽ നിറയണമേ. ഒരു നിമിഷം ശാന്തമായിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വികാരിയച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക, പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആയിരിക്കുന്ന മനുഷ്യർ, അവരായിരിക്കുന്ന ദേവാലയങ്ങളിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാലയളവിൽ കർത്താവെ, അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കൊടുക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. സഭയില്ലെങ്കിൽ പിന്നെ യേശുവിനെക്കുറിച്ച് നമ്മൾ ആര് പറഞ്ഞ് പഠിപ്പിക്കും? കർത്താവെ, അങ്ങയുടെ സഭ എല്ലാ കാലത്തും ഉയർത്തപ്പെടണം. എല്ലാ സഭാവിഭാഗങ്ങളും അങ്ങയുടെ വിശുദ്ധമായ നാമത്തിൽ ഒരിടയൻ്റെ കീഴിൽ അണിനിരക്കുവാനിട വരണം. ചിന്ന ഭിന്നമാകുന്ന തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ, ചിതറിക്കിടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ ചിന്ന ഭിന്നമാകുവാനുള്ള അവസരം നീ ഒരുക്കണം. പിശാചിൻ്റെ പദ്ധതികളെ നീ തകർത്ത് കളയണം. നരകസർപ്പത്തിൻ്റെ തല നീ തകർത്ത് കളയണം. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങയുടെ സഭ വീണ്ടും കരുത്തോടെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി
നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അല്ല, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് അങ്ങയുടെ വിശുദ്ധമായ നാമത്തെ വിളിച്ചു പ്രഘോഷിക്കേണ്ട മുഴുവൻ സഭയ്ക്കും സഭാ സംവിധാനങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ നിൻ്റെ മുമ്പിൽ മുട്ടുകൾ കുത്തിയിരിക്കുന്നത്. ഈശോയെ, നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി കർത്താവിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് ഈശോയുടെ സൗഖ്യവും ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. ഓ ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, എല്ലാത്തിനും ഉപരി ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ച് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം